Hello everyone, welcome to Triak Tutorials. Kerala PSC Electrical Engineering Technical Exams in the degree level portions are we covering the basic electrical next section ആണ് fundamentals of AC systems. Okay, അതാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ fundamentals of AC system ആദ്യം എന്താണ് AC system എന്ന് നോക്കാം. എന്താണ് alternating voltage, alternating current എന്ന് നോക്കാം. A current or voltage is called alternating if it reverses periodically in direction and its magnitude undergoes a definite cycle of changes in definite interval of time. ചില ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എ സി അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കണം, ഇറ്റ് റിവേഴ്സസ് പീരിയോഡിക്കലി ഇൻ ഡയറക്ഷൻ, അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും പീരിയോഡിക്കായിട്ട് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ ചേഞ്ച് ചെയ്യണം. ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് അണ്ടർഗോസ് എ ഡെഫിനിറ്റ് സൈക്കിൾ ഓഫ് ചേഞ്ചസ് ഇൻ എ ഡെഫിനിറ്റ് ഇൻ്റർവെൽ ഓഫ് ടൈം. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് എന്താവണം, ചേഞ്ച് ആവണം. ഇപ്പോൾ നോക്കാം, ഇതിലൊരു പോസിറ്റീവാണ്, പിന്നെന്താ നെഗറ്റീവായി, അടുത്തതിൻ്റെ വീണ്ടും പോസിറ്റീവ്, വീണ്ടും നെഗറ്റീവ്, അങ്ങനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പീരിയോഡിക്കലായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. ഇതിനെയാണ് എ സി സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. എ കറണ്ട് ഓർ വോൾട്ടേജ് ഈസ് കോൾഡ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഇഫ് ഇറ്റ് റിവേഴ്സസ് പീരിയോഡിക്കലി ഇൻ ഡയറക്ഷൻ and its magnitude undergoes a definite cycle of changes in definite interval of time. ഒരു ഫിക്സഡ് ഇൻ്റർവൽ ഓഫ് ടൈമിൽ അതിൻ്റെ സൈക്കിൾ എന്താവണം, ഡെഫിനറ്റ് ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ വോൾട്ടേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് എ സി സിസ്റ്റം. ഡി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എ സി സിസ്റ്റംസിനുള്ള അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ എന്താ, ലോ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ കെ ഡബ്ല്യു. അതായത് ഒരു കെ ഡബ്ല്യു പവർ ഉണ്ടാക്കാനുള്ള കൺസ്ട്രക്ഷനും ഓപ്പറേറ്റിംഗ് കോസ്റ്റും എന്തിനായിരിക്കും, എ സി സിസ്റ്റത്തിന് ഡി സിയെക്കാളും കുറവായിരിക്കും. ലോ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ കെ ഡബ്ല്യു. രണ്ടാമത്തെ ഇക്കണോമിക് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും എന്തായിരിക്കും, ചീപ്പർ ആയിരിക്കും. ഡി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പറാണ് ഇക്കണോമിക് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മൂന്ന്, ഹൈ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. ട്രാൻസ്മിഷൻ എഫിഷ്യൻസി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ലോസസ് കുറവായിരിക്കും. സിമ്പിൾ സ്വിച്ച് ഗിയർ, അതായത് പ്രൊട്ടക്റ്റീവ് ഡിവൈസസും അതുപോലെ ഫ്യൂസ് റിലേസും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, സിമ്പിളായിരിക്കും. എന്തിൽ, എ സി സിസ്റ്റത്തിൽ. സ്വിച്ച് ഗിയർ എന്ന് പറഞ്ഞാൽ അതാണ്, ഫ്യൂസ് പിന്നെ നമ്മുടെ റിലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, സ്വിച്ച് ഗിയറിൽ വരുന്നത്. പവർ സിസ്റ്റത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് സ്വിച്ച് ഗിയേഴ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ സിംപ്ലർ സ്വിച്ച് ഗിയർ ആണ് എ സി സിസ്റ്റത്തിന് വരുന്നത്. ലാസ്റ്റ് പോയിന്റ്, ലോ മെയിൻ്റെനൻസ് കോസ്റ്റ് ഓഫ് എ സി എക്വിപ്മെൻറ്റ്. എ സി എക്വിപ്മെൻറ്റ് മെയിൻ്റെനൻസ് എന്തായിരിക്കും, ഡി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഇതാണ് എന്ത്, എ സി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ഓവർ ഡി സി സിസ്റ്റം. ലോ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഇക്കണോമിക് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഹൈ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി, സിംപ്ലർ സ്വിച്ച് ഗിയർ, ലോ മെയിൻ്റെനൻസ് കോസ്റ്റ് ഓഫ് എ സി എക്വിപ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് എ സി വോൾട്ടേജ്. എങ്ങനെയാണ് എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്? ഓക്കെ, എ സി വോൾട്ടേജ് ക്യാൻ ബി ജനറേറ്റഡ് എയ്തർ ബൈ റൊട്ടേറ്റിംഗ് എ കോയിൽ വിത്തിൻ എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, നോർത്ത് സൗത്ത് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, സ്റ്റേഷനറി ആണ്, ഫിക്സ്ഡ് ആണ്. അതിൻ്റെ ഉള്ളിൽ എന്ത് വെക്കുക, ഒരു റൊട്ടേറ്റിംഗ് കോയിൽ വെക്കുക. ആ കോയിൽ റൊട്ടേറ്റ് ചെയ്താൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, എ സി വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് അവിടെ എന്തുണ്ടാവും, എ സി വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ജനറേഷൻ ഓഫ് എ സി വോൾട്ടേജ്. എ സി വോൾട്ടേജ് ക്യാൻ ബി ജനറേറ്റഡ് എയ്തർ ബൈ റൊട്ടേറ്റിംഗ് എ കോയിൽ വിത്തിൻ എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ്. സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡിൽ കോയിൽ റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, ബൈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ എ സ്റ്റേഷനറി കോയിൽ. കോയിൽ ഫിക്സഡ് ആക്കി വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെയും നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, എ സി വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാം. എ സി വോൾട്ടേജ് ക്യാൻ ബി ജനറേറ്റഡ് എയ്തർ ബൈ റൊട്ടേറ്റിംഗ് a coil within a stationary magnetic field or by rotating a magnetic field within a stationary coil. ഒന്നുകിൽ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്തൊക്കെയാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ. നമ്മൾ ഇങ്ങനെ കോയിൽ കറക്കിയാൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കറക്കിയാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, എ സി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന എ സി വോൾട്ടേജ് എന്ന് പറയുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. നമ്മുടെ കോയിലിന് എത്ര ടേൺസ് ഉണ്ടോ അതിനെന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും.
അതേപോലെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ എന്ത് ചെയ്യും, എത്ര സ്പീഡിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ. സെക്കൻഡ് വൺ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മൂന്നാമത്തെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ഇനി എന്താ എ സി വോൾട്ടേജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ആ എ സി വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആണ് നെക്സ്റ്റ് വേണ്ടത്. എ സി വോൾട്ടേജ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇ ഈസ് ഈക്വൽ ടു ഇ മാക്സ് സൈൻ ഒമേഗ ടി. ഇ ഈസ് ഈക്വൽ ടു ഇ മാക്സ് സൈൻ ഒമേഗ ടി. ഓക്കെ, അല്ലെങ്കിൽ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഐ ഈസ് ഈക്വൽ ടു ഐ മാക്സ് സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഒരു സൈൻ ടേം ഉണ്ട്, ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും നമ്മുടെ എ സി വോൾട്ടേജിൻ്റെ ഇക്വേഷനിൽ. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. ഇയും ഐ എന്നൊക്കെ പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. ഇ മാക്സ് ഐ മാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും മാക്സിമം വാല്യൂസ് ആണ്. ഇനി സൈൻ ഒമേഗ ടി ഉണ്ട് അല്ലേ, അതിൽ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആംഗുലർ വെലോസിറ്റി. ഒമേഗ ആണ് ആംഗുലർ വെലോസിറ്റി. ഒമേഗയുടെ ഇക്വേഷൻ 2πf ആണ്. ഒമേഗ ഇസ് ഈക്വൽ ടു 2πf. അപ്പോൾ 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ എന്തായിരിക്കും, ഇ ഈസ് ഈക്വൽ ടു ഇ മാക്സ് സൈൻ 2πft. ഒമേഗയ്ക്ക് പകരം 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു ഇ മാക്സ് സൈൻ 2πft. അതുപോലെ ഐ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഐ ഈസ് ഈക്വൽ ടു ഐ മാക്സ് സൈൻ 2πft. ഐ ഈസ് ഈക്വൽ ടു ഐ മാക്സ് സൈൻ 2πft. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. അതുപോലെ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെർമിനോളജിയാണ്. ഒരു എ സി വേവ് ഫോം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടേംസ്, എ സി ആയിട്ട് ബന്ധപ്പെടുന്ന കുറേ ടേംസ് നമുക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട്. അതുപോലെ ITI ലെവലിലും ഡിപ്ലോമ ലെവലിലൊക്കെ കുറച്ച് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്, സിമ്പിൾ പ്രോബ്ലംസ്. അപ്പോൾ ഈ ടേംസ് ഒക്കെ എന്താണെന്ന് അറിയാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഒരു എ സി വേവ് ഫോം. ഓക്കെ, 0 സ്റ്റാർട്ട് ചെയ്തു, മാക്സിമം എത്തുന്നു, വീണ്ടും 0 ആവുന്നു, വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു, നെഗറ്റീവ് മാക്സിമം എത്തുന്നു, വീണ്ടും 0 ആവുന്നു. അപ്പോൾ എക്സ് ആക്സിസിൽ എന്താണ് ഒമേഗ ടി, വൈ ആക്സിസിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്. ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് ആണ് എടുക്കുന്നത്. വൈ ആക്സിസിൽ ഇ, എക്സ് ആക്സിസിൽ ഒമേഗ ടി. ഓക്കെ, 0 മുതൽ പൈ വരെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. ഈ π/2 എത്തുമ്പോൾ മാക്സിമം ആവുന്നു, അതാണ് എന്ത് ഇ മാക്സ്. മാക്സിമം ആയി കഴിഞ്ഞാൽ വീണ്ടും 0ലേക്ക് എത്തുന്നു. പൈ ആവുമ്പോൾ പൈ ആംഗിൾ എത്തുമ്പോൾ 0 ആവുന്നു. പൈന്ന് 2π വരെ എന്താണ് റിവേഴ്സ് ഡയറക്ഷനിലേക്കാണ് പോകുന്നുള്ളത്. ഇപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നു. ഇതാണ് എ സി വോൾട്ടേജിൻ്റെ വേവ് ഫോം. അപ്പോൾ റിവേഴ്സ് മാക്സിമം ആണ് എന്ത് മൈനസ് ഇ മാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത് 0 to 2π വരെയാണ് ഒരു സൈക്കിൾ. അപ്പോൾ എന്താണ് സൈക്കിൾ, എന്താണ് ഫ്രീക്വൻസി, ടൈം പീരീഡ്, അതൊക്കെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ? ദ വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റ് എനി പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇപ്പോൾ ഈ ഒരു വേവ് ഫോമിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ്, ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഞാൻ എടുക്കുകയാണ്, ആ ഇൻസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്, ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഇ. അല്ലെങ്കിൽ അടുത്ത ഇൻസ്റ്റൻറ്റ്, ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ എത്രയാണ് വാല്യൂ, അതിനാണ് എന്ത് വിളിക്കുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഏതെങ്കിലും ഒരു സമയത്ത് the value of alternating quantity is called instantaneous value. The value of alternating quantity at any particular instant is called instantaneous value. Next term എന്ന് പറയുന്നത് എന്താണ്, alteration. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഓൾട്ടറേഷൻ ആണ്. ഓൾട്ടറേഷൻ എന്ന് വെച്ചാൽ എന്താ, when a sinusoidal wave goes through one complete set of positive or negative values, it completes one alteration. എന്ന് വെച്ചാൽ ഒരു ആൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ, സെറ്റ് ഓഫ് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് എന്ത് ഒരു ആൾട്ടറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, ഒരു ഗ്രാഫിൽ നോക്കിയാൽ 0 മുതൽ പൈ വരെ എന്താണ് പോസിറ്റീവാണ്, പൈ മുതൽ 2π വരെ എന്താണ് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് പോസിറ്റീവ് വാല്യൂ, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ആൾട്ടറേഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്ന് വിളിക്കാം, ഇതും എന്താണ് ഒരു ആൾട്ടറേഷൻ ആണ്. അപ്പോൾ ഒന്നുകിൽ പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ, സെറ്റ് ഓഫ് പോസിറ്റീവ് വാല്യൂ ഓർ നെഗറ്റീവ് വാല്യൂ ഈസ് കോൾഡ് എന്താണ് ആൾട്ടറേഷൻ. ആൾട്ടറേഷൻ സൈൻ ചേഞ്ച് ചെയ്യാണല്ലോ, പൈ എത്തുമ്പോൾ വീണ്ടും നെഗറ്റീവിലേക്ക് പോവാണ്. അപ്പോൾ വെൻ എ സൈനുസോയിഡൽ വേവ് ഗോസ് ത്രൂ വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂസ്, ഒരു സെറ്റ് ഓഫ് പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നെഗറ്റീവ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അത് വിളിക്കുന്ന പേരാണ് എന്ത്, വൺ ആൾട്ടറേഷൻ. ഇറ്റ് കംപ്ലീറ്റ്സ് വൺ ആൾട്ടറേഷൻ. വൺ ആൾട്ടറേഷൻ കറസ്പോണ്ട്സ് ടു 180 ഡിഗ്രി ഓർ പൈ റേഡിയൻസ്. അപ്പോൾ ഇതിൽ പൈ റേഡിയൻസ് എത്തുമ്പോൾ സംഭവിക്കും 0 മുതൽ പൈ വരെ. പൈ എന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ആൾട്ടറേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത്. അപ്പോൾ വൺ ആൾട്ടറേഷൻ കറസ്പോണ്ട്സ് ടു 180 ഓർ പൈ റേഡിയൻസ്. ഓക്കെ, നെക്സ്റ്റ് ടേം സൈക്കിൾ. സൈക്കിൾ എന്ന് വെച്ചാൽ എന്താ, ആൾട്ടറേഷൻ എന്ന് വെച്ചാൽ ഒരു സൈക്കിളാണ്, ഒരു ഹാഫ് സൈക്കിളാണ്
അതുപോലെ ഒരു പോസിറ്റീവ് വാല്യൂം ഒരു നെഗറ്റീവ് വാല്യൂം കൂടിച്ചേർന്ന മൊത്തം സെറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? സൈക്കിൾ. ഓക്കെ, ഒരു പോസിറ്റീവ് സെറ്റ് മാത്രമാണെങ്കിൽ ആൾട്ടറേഷൻ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെറ്റ് മാത്രമാണെങ്കിൽ ആൾട്ടറേഷൻ. ഒരു പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും സെറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? സൈക്കിൾ എന്ന് പറയുന്നത്. വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ ഈസ് കോൾഡ് വൺ സൈക്കിൾ. സൈക്കിൾ എന്ന് പറഞ്ഞത് വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഈസ് കോൾഡ് വൺ സൈക്കിൾ. അപ്പോൾ വൺ സൈക്കിളിൻ്റെ മൊത്തം എത്ര റേഡിയൻസ് വരും? 360 ഡിഗ്രി ഓർ 2π റേഡിയൻസ്. ആൾട്ടറേഷൻ എന്ന് പറഞ്ഞത് 180 ഡിഗ്രി ഓർ π റേഡിയൻസ് ആണ്. സൈക്കിൾ എന്ന് പറഞ്ഞത് 360 ഡിഗ്രി ഓർ 2π റേഡിയൻസ്. അപ്പോൾ ഫുൾ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും സെറ്റ് രണ്ടും കൂടിയുള്ളതാണ് എന്ത്? ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ടൈം പീരിയഡ് ഓർ ഫ്രീക്വൻസി. ഓക്കെ, ആദ്യം ടൈം പീരിയഡ്. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം. ടൈം ടേക്കൺ ബൈ ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഈസ് കോൾഡ് ടൈം പീരിയഡ്. ടൈം പീരിയഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് ക്യാപിറ്റൽ ടി ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ്സിലാണ് നമ്മൾ ടൈമിൻ്റെ SI യൂണിറ്റ് പറയുന്നത്. അപ്പോൾ ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഈസ് കോൾഡ് ടൈം പീരിയഡ് ടി. നെക്സ്റ്റ് ടേം എന്താണ്? ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി. നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി, ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞത് സ്മോൾ f ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹെർട്സ്. HZ ഹെർട്സ് ആണ് എന്തിൻ്റെ യൂണിറ്റ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. ഇനി ഫ്രീക്വൻസിയും ടൈം പീരിയഡും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരിയഡ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരിയഡ്, അല്ലെങ്കിൽ F ഈക്വൽ ടു എന്തെന്ന് പറയാം? 1/t. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ടൈം പീരിയഡ് ആണ്. നെക്സ്റ്റ് ടേം ആംഗുലർ വെലോസിറ്റി ഓർ ഫ്രീക്വൻസി. ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ എന്തായിരിക്കും? ആംഗിൾ ടേൺഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. എത്ര ആംഗിൾ ടേൺ ചെയ്തു, ആ ആംഗിൾ ടേൺ ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുത്തു. അപ്പോൾ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗിൾ ടേൺഡ് ബൈ ടൈം ടേക്കൺ. അതായത് ആംഗിൾ ടേൺഡ് എത്ര? 2π ആണ് ആംഗിൾ ടേൺഡ്. 2π/t. അല്ല, നമുക്ക് എന്ത് എഴുതാം? ടൈമിന് പകരം എന്ത് എഴുതാം? 1 ഫ്രീക്വൻസി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2π/1/f. എഫ് മുകളിലേക്ക് വരും. ഒമേഗയുടെ വാല്യൂ എന്താണ്? ഒമേഗ ഈക്വൽ ടു 2πf ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ്. റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ മെഷീൻസ്, അതായത് വലിയ വലിയ മെഷീൻസിലൊക്കെ ആൾട്ടർനേറ്ററിലൊക്കെ വരുമ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു NP/120 ഡിഗ്രി. എഫ് ഈസ് ഈക്വൽ ടു NP/120 ഡിഗ്രി. അതിൽ പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ആണ്. എത്ര പോൾസ് ഉണ്ടെന്ന് നോക്കുക മെഷീൻസിൽ. മെഷീനിൽ എത്ര പോൾ ഉണ്ടോ അതാണ് പി. എൻ എന്ന് പറഞ്ഞത് സ്പീഡ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, എഫ് ഈക്വൽ ടു NP/120. അതിൽ പി എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് പോൾസ്, എൻ ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് റൊട്ടേഷൻ. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. ഇനി നെക്സ്റ്റ് ടേം ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ദ മാക്സിമം വാല്യൂ വിച്ച് an AC quantity attains during one cycle. ഒരു സൈക്കിളിൽ നമ്മുടെ AC വേവ് ഫോം അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ എന്താവാം? പോസിറ്റീവ് മാക്സിമം ആവാം, നെഗറ്റീവ് മാക്സിമം ആവാം. ആ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ഡിനോട്ട് ചെയ്യുന്നത് വോൾട്ടേജ് ആണെങ്കിൽ ഇ മാക്സ്, കറണ്ട് ആണെങ്കിൽ ഐ മാക്സ്. അതായത് നമ്മുടെ വേവ് ഫോം അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വാല്യൂ ഇതായിരിക്കും എന്ത്? ഇ മാക്സ്. അത് പോസിറ്റീവ് ഇ മാക്സും ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ഇ മാക്സും ഉണ്ട്. അപ്പോൾ ഒരു AC ക്വാണ്ടിറ്റി അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ്, പീക്ക് വാല്യൂ, മാക്സിമം വാല്യൂ ഒക്കെ എന്താണ്? സെയിം ടേം ആണ്. ദ മാക്സിമം വാല്യൂ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വിച്ച് an AC ക്വാണ്ടിറ്റി അറ്റൈൻസ് ഡ്യൂറിങ് വൺ സൈക്കിൾ ഈസ് കോൾഡ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, നെക്സ്റ്റ് ടേം AC ആംപിയർ. AC ആംപിയർ RMS വാല്യൂ സെയിം തന്നെയാണ് AC ആംപിയറിൻ്റെ. ഇപ്പോൾ AC ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? AC ampere is that current which when passed through a given resistance for a given time produces same heat as produced by a flow of 1 ampere of DC current through the same resistance for the same time. ഒന്നുമില്ല, എന്താണ് AC ആംപിയർ നോക്കാം. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ,
ആ റെസിസ്റ്റൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, കറണ്ട് പാസ് ചെയ്യാണ്. ആ റെസിസ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്യാണ്. ഐ എന്ന് പറയുന്ന കറണ്ട് എന്ത് ചെയ്യാണ്, പാസ് ചെയ്യാണ്. നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം പാസ് ചെയ്ത് ഡി സി കറണ്ടാണ് പാസ് ചെയ്തത്. ഡി സി കറണ്ട് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ഒരു ടി സെക്കൻഡ്സിലേക്ക് എന്ത് ചെയ്തു, ഡി സി കറണ്ട് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എച്ച് എന്ന് പറയുന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിചാരിക്കാം. ഡി സി കറണ്ട് ടി സമയത്തേക്ക് റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ എച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, എച്ച് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ആ ഡി സി മാറ്റിയിട്ട് ഇതേ എച്ച് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കിട്ടാൻ വേണ്ടി സെയിം ടൈമിൽ എത്ര എ സി പാസ് ചെയ്യണോ ആ എ സിയുടെ വാല്യൂ ആണ് എന്ത്, എ സി ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ എ സി ആംപിയർ ഈസ് ദാറ്റ് കറണ്ട് which when passed through a given resistance for a given time produces same heat. ഡി സിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ടി സമയത്തേക്ക് ഡി സിയിൽ കറണ്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത അതേ ഹീറ്റ് അതേ ടി സമയത്തേക്ക് തന്നെ എ സി പാസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ എ സിയുടെ വാല്യൂവിനാണ് എന്തെന്ന് വിളിക്കുന്നത്, എ സി ആംപിയർ. ദ എ സി ആംപിയർ ഇസ് ദാറ്റ് കറണ്ട് which when passed through a given resistance for a given time produces same heat as produced by the flow of 1 ampere of DC current through the same resistance for the same time. ഒരേ റെസിസ്റ്റൻസിലൂടെ ഡി സി കറണ്ട് പാസ് ചെയ്യും, ടി സമയത്തേക്ക് ഡി സി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു എച്ച് ഹീറ്റ് കിട്ടിയാൽ അതേ ഹീറ്റ് കിട്ടാൻ വേണ്ടി ഇതേ സമയത്ത് ടി എന്ന് പറയുന്ന സമയത്തേക്ക് എത്ര എ സി കറണ്ട് പാസ് ചെയ്യണോ ആ എ സി കറണ്ടിൻ്റെ വാല്യൂവിനാണ് എന്ത് വിളിക്കുന്നത്, എ സി ആംപിയർ എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടേം ആവറേജ് വാല്യൂ. ഒരു എ സി ക്വാണ്ടിറ്റിയുടെ ആവറേജ് വാല്യൂ. ആവറേജ് എന്താ, ആവറേജ് വാല്യൂ ഇസ് ദ ഡി സി കറണ്ട് വിച്ച് ട്രാൻസ്ഫേഴ്സ് അക്രോസ് എനി സെയിം ചാർജ് ആസ് ഇറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ബൈ എ സി കറണ്ട് ത്രൂ ദ സെയിം ടൈം. ഒരു റെസിസ്റ്റൻസിലൂടെ നമ്മൾ എ സി കറണ്ട് പാസ് ചെയ്യുമ്പോൾ എത്ര ചാർജ് പാസ് ചെയ്യുന്നോ ആ ഡി സി കറണ്ടിൽ എത്ര ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നോ അതേ എമൗണ്ട് ഓഫ് ചാർജ് കിട്ടാൻ വേണ്ടി എത്ര എ സി കറണ്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണോ ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആവറേജ് വാല്യൂ. Average value is that DC current which transfers across any circuit the same charge as it is transferred by AC current during the same time. അതേ സമയത്തേക്ക് എ സി കറണ്ട് പാസ് ചെയ്യുമ്പോൾ സെയിം ചാർജ് കിട്ടണമെങ്കിൽ എത്ര കറണ്ട് വേണം, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ആവറേജ് വാല്യൂ എന്ന് വിളിക്കാം. ഇനി ഒരു സിമ്മട്രിക്കൽ വേവ് ഫോം, അതായത് ഒരു സൈനുസോയിഡൽ വേവ് എന്താണ്, സിമ്മട്രിക് ആണ്. അപ്പോൾ സിമ്മട്രിക്കൽ വേവ് ഫോമിൻ്റെ കേസിൽ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ സൈൻ വേവിൻ്റെ ആവറേജ് വാല്യൂ ചോദിച്ചാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം അതിലെന്തുണ്ട്, പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. പോസിറ്റീവ് വാല്യൂ ഉണ്ട്, അത്ര തന്നെ എന്തുണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ എന്തൊരു രണ്ടിൻ്റെ സം എടുത്താൽ എന്ത് കിട്ടും, ഇത് പോസിറ്റീവ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പോൾ പ്ലസും മൈനസും എന്താ ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഒരു സിമ്മട്രിക്കൽ വേവ് ഫോമിൻ്റെ കേസിൽ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. അത് കാരണം നമ്മൾ എന്തെടുക്കുന്നില്ല, ഫുൾ വേവിൻ്റെ ആവറേജ് അല്ല എടുക്കുക. സൈനുസോയിഡൽ അല്ലെങ്കിൽ ഒരു സിമെട്രിക്കൽ വേവ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും, ഹാഫ് വേവിൻ്റെ ആവറേജ് ആണ് എടുക്കുക. ഫുൾ വേവ് എടുത്താൽ ആവറേജ് 0 ആയിരിക്കും. ഹാഫ് വേവ് എടുത്താൽ എന്ത് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് വേവ് വെച്ചിട്ടാണ്. ഇനി അടുത്ത പറയുന്ന പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഴ്സ് ചോദിക്കാറുണ്ട്. 5 വേവ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് സൈൻ വേവ്, ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, ഈ വേവ്സിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണ്? ഓക്കെ, അപ്പോൾ സൈൻ വേവിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0.636 ഇൻറ്റു മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂയുടെ എത്രയായിരിക്കും, 0.636 ആയിരിക്കും. ഇനി ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വാല്യൂ, ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0.318 ഇൻറ്റു മാക്സിമം വാല്യൂ. 0.318 ഇൻറ്റു മാക്സിമം വാല്യൂ. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ 0.636 ഇൻറ്റു മാക്സിമം വാല്യൂ. ഒരു റെക്ടാങ്കുലർ വേവ് ആണെങ്കിൽ ആവറേജ് വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കും, മാക്സിമം വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. അത് 1 ഇൻറ്റു മാക്സിമം വാല്യൂ. ട്രയാങ്കുലർ വേവ് ആണെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂയുടെ പകുതി ആയിരിക്കും എന്ത്, ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 5 വേവ് ഫോമിൻ്റെ ആവറേജ് വാല്യൂവും RMS വാല്യൂ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഓർത്ത് വെക്കുക. സൈൻ വേവിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0.636 ഇൻറ്റു മാക്സിമം വാല്യൂ. ഹാഫ് വേവ് റെക്ടിഫയർ വേവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.318 ഇൻറ്റു മാക്സിമം വാല്യൂ. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ആവറേജ് വാല്യൂ 0.636 ഇൻറ്റു മാക്സിമം വാല്യൂ. ഹാഫ് റെക്ടാങ്കുലർ വേവിൻ്റെ മാക്സിമം ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂക്ക് ഈക്വൽ ആയിരിക്കും. ട്രയാങ്കുലർ വേവിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി RMS വാല്യൂ എന്ന് വെച്ചാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അതാണ് നമ്മൾ നേരത്തെ AC ആംപിയർ ഡിഫൈൻ ചെയ്തിട്ടില്ലേ, അത് തന്നെയാണ് RMS വാല്യൂവിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്.
ഒരു റെസിസ്റ്ററിലൂടെ ഇത്ര സമയത്തേക്ക് ടി സമയത്തേക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ ആ ഹീറ്റ് കിട്ടാൻ വേണ്ടി എത്ര എ സി കറണ്ട് പാസ് ചെയ്യണോ ആ എ സി കറണ്ടിൻ്റെ വാല്യൂവിനാണ് എന്തെന്ന് വിളിക്കുന്നത്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ ആവറേജ് വാല്യൂ പറഞ്ഞ പോലെ സൈൻ വേവിൻ്റെ RMS വാല്യൂ എത്രയായിരിക്കും, 0.707 ഇൻറ്റു മാക്സിമം വാല്യൂയുടെ 0.707 ടൈംസ് ആയിരിക്കും. ഇനി ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ വോൾട്ടേജിൻ്റെ വാല്യൂ, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വേവിൻ്റെ RMS വാല്യൂ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു മാക്സിമം വാല്യൂ. ഫുൾ വേവ് ആണെങ്കിൽ 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ. റെക്ടാങ്കുലർ വേവ് ഫോം ആണെങ്കിൽ RMS വാല്യൂ എന്ത് തന്നെയായിരിക്കും, മാക്സിമം വാല്യൂവിന് ഈക്വൽ ആയിരിക്കും, അതായത് 1 ഇൻറ്റു മാക്സിമം വാല്യൂ. ട്രയാങ്കുലർ വേവ് ആണെങ്കിലോ 0.578 ഇൻറ്റു മാക്സിമം വാല്യൂ, 0.578 ഇൻറ്റു മാക്സിമം വാല്യൂ. RMS വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 5 വേവ് ഫോമിൽ. സൈനുസോയിഡിലാണെങ്കിൽ 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ, ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ 0.5 ഇൻറ്റു മാക്സിമം വാല്യൂ, ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ. റെക്ടാങ്കുലർ വേവ് ആണെങ്കിൽ RMS വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ സെയിം ആയിരിക്കും. ട്രയാങ്കുലർ വേവ് ആണെങ്കിൽ 0.578 ഇൻറ്റു മാക്സിമം വാല്യൂ ആയിരിക്കും. ഇതാണ് RMS വാല്യൂ, ഒരു AC വേവ് ഫോമിൻ്റെ RMS വാല്യൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. RMS വാല്യൂയുടെയും ആവറേജ് വാല്യൂയുടെയും റേഷ്യോനെ വിളിക്കുന്ന പേരാണെന്ത്, ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. ഇനി 5 വേവ് ഫോമിൻ്റെ ഫോം ഫാക്ടർ പഠിക്കാണ്ട്. സൈനുസോയിഡൽ വേവ് ആണെങ്കിൽ ഫോം ഫാക്ടർ ഈക്വൽ ടു എന്തായിരിക്കും, 1.11. ഒരു സൈൻ വേവിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞത് 1.11 ആണ്. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞതോ 1.57. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിലും 1.11. റെക്ടാങ്കുലർ വേവ് ആണെങ്കിലോ ഫോം ഫാക്ടർ എന്തായിരിക്കും, 1 ആയിരിക്കും. കാരണം RMS വാല്യൂം ആവറേജ് വാല്യൂ സെയിം ആണ് റെക്ടാങ്കുലർ വേവിൻ്റെ കേസിൽ. അപ്പോൾ ഫോം ഫാക്ടർ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ. ട്രയാങ്കുലർ വേവ് ആണെങ്കിൽ 1.16. അങ്ങനെ 5 ടേംസിൻ്റെ ഫോം ഫാക്ടർ കൂടി പഠിച്ചു വെക്കുക. സൈനുസോയിഡൽ 1.11, ഹാഫ് വേവ് റെക്ടിഫയർ 1.57, ഫുൾ വേവ് റെക്ടിഫയർ 1.11, റെക്ടാങ്കുലർ ആണെങ്കിൽ 1.1, ട്രയാങ്കുലർ ആണെങ്കിൽ 1.16. ഇതാണ് എന്ത്, ഫോം ഫാക്ടർ, റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ. ഓക്കെ. നെക്സ്റ്റ് ടേം പീക്ക് ഫാക്ടർ. പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ വേറൊരു പേരാണ് ക്രസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ. പീക്ക് ഫാക്ടർ ഓർ ക്രസ്റ്റ് ഫാക്ടർ ഓർ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ. ഒരു റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു RMS വാല്യൂ. മാക്സിമം വാല്യൂവും RMS വാല്യൂവും തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണെന്ത്, പീക്ക് factor. Peak factor is ratio of maximum value to RMS value. That is peak factor is equal to maximum value divided by RMS value. Okay, maximum value divided by RMS value. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 5 വേവിൻ്റെ പീക്ക് ഫാക്ടേഴ്സ്. സൈനുസോയിഡൽ വേവിൻ്റെ പീക്ക് ഫാക്ടർ എന്ന് വെച്ചാൽ √2, അതായത് 1.414. സൈനുസോയിഡൽ വേവിൻ്റെ √2. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ 2, ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ √2. റെക്ടാങ്കുലർ വേവിൻ്റെ മാക്സിമം പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞത് 1 ആണ്. ട്രയാങ്കുലർ വേവിൻ്റെ √3. സൈനുസോയിഡൽ √2, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ 2, ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ √2, റെക്ടാങ്കുലർ വേവിൻ്റെ 1, ട്രയാങ്കുലർ വേവിൻ്റെ √3. ഇതാണ് ഡിഫറെൻറ്റ് വേവ്സിൻ്റെ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ RMS വാല്യൂം പീക്ക് ഫാക്ടറും ഫോം ഫാക്ടറും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് ഓർത്താൽ മതി. ഏറ്റവും കൂടുതൽ വരിക ഏതാണ്, മാക്സിമം വാല്യൂ ആണ് ടോപ്പിൽ വരിക. RMS വാല്യൂ നെക്സ്റ്റ് വരും, ആവറേജ് വാല്യൂ താഴെ വരും. RMS വാല്യൂനേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഫോം ഫാക്ടർ പീക്ക് ഫാക്ടർ എന്ന് വെച്ചാൽ പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള 2 എണ്ണം, മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാലോ, ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ അടുത്ത 2 എണ്ണം, RMS ബൈ ആവറേജ്. ഓക്കെ. മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ ആണ് പീക്ക് ഫാക്ടർ. RMS ബൈ ആവറേജ് ആണ് എന്ത്, ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വേവിൻ്റെയും ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, ആവറേജ് വാല്യൂ, RMS വാല്യൂ അതൊരു ടേബിളാക്കി തന്നെ പഠിക്കുക. സൈനുസോയിഡൽ വേവിൻ്റെ പിന്നെ ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, റെക്ടാങ്കുലർ, ട്രയാങ്കുലർ. ഓക്കെ. നെക്സ്റ്റ് ടേം ഫേസ്. ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേവ് ഫോം ഉണ്ട്. ആ വേവ് ഫോം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫേസ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതല്ല വേറെ ഏതെങ്കിലും ആംഗിൾ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ.
അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നോക്കാം. ഈ ഒരു സർക്യൂട്ടിൽ എന്തുണ്ട്, I1 ഉണ്ട്, I2 ഉണ്ട്. I1 എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? I1 സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആണ്. അപ്പോൾ I1ൻ്റെ ഫേസ് എന്ന് പറഞ്ഞത് 0 ആണ്. I2 സ്റ്റാർട്ട് ചെയ്യുന്നത് I1 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 5 ആംഗിൾ കഴിഞ്ഞിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? I2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ I2ൻ്റെ ഫേസ് എന്ന് പറഞ്ഞതായിരിക്കും -5 ആയിരിക്കും. അപ്പോൾ എവിടെ നിന്നാണ് നമ്മുടെ വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫേസ് ഓഫ് I2 എന്ന് പറഞ്ഞതായിരിക്കും -5 ആണ് എന്ത്? I2ൻ്റെ ഫേസ്. നെക്സ്റ്റ് ഒരു ടേം ഉണ്ട് ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ പോലെ രണ്ട് വേവ് ഫോംസ് ഉണ്ട്, I1 ഉം I2. അപ്പോൾ I1ൻ്റെയും I2ൻ്റെ അടുക്കുള്ള ഫേസിൻ്റെ ഡിഫറൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫേസ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ എത്രയാണ് ഫേസ് ഡിഫറൻസ്? I1 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, I2 5 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ I1 ഉം I2 തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ ചെയ്ത് വരും. I1 ഇക്വേഷൻ 0 എന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് Imax sin ωt എന്ന് വരും. I2 എന്ന് പറയുന്നത് Imax sin ωt -5. ഓക്കെ, 5 I1 കഴിഞ്ഞിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? 5 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് I2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് -5 വന്നു. ഇനി അടുത്തൊരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. ഇതാണ് I1. ഓക്കെ, 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കാം. 0 സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് I1. പക്ഷേ I2 സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാന്ന് വിചാരിക്കാം. അതായത് I1-നേക്കാളും മുമ്പേ ആര് സ്റ്റാർട്ട് ചെയ്തു? I2 സ്റ്റാർട്ട് ചെയ്തു 5 ആംഗിൾ വിചാരിക്കാം. അപ്പോൾ എന്ത് വരും? ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? +5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ωt +5 എന്ന് വരും അങ്ങനത്തെ ഒരു കേസിൽ. ഓക്കെ, അപ്പോൾ I1 ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ I1 സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് 5 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് I2 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മൈനസ് വരും. I1-നേക്കാളും 5 ഡിഗ്രി മുമ്പേ I2 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എന്ത് വരും? ωt +5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫേസ് ഡിഫറൻസ്. I1 = Imax sin ωt. I2 എന്ന് പറയുന്നത് Imax sin ωt -5 ആണ് ഈ ഒരു ഗ്രാഫിൽ. ഓക്കെ, നെക്സ്റ്റ് 3 സാധനങ്ങളുണ്ട്. ഇൻ ഫേസ്, ഫേസ് ഓപ്പോസിഷൻ, ക്വാഡ്രാച്ചർ ഫേസ്. ഇനി ഇൻ ഫേസ്, രണ്ട് ക്വാണ്ടിറ്റീസ് ഇൻ ഫേസ് ഒരേ ഫേസിലാണെന്ന് എപ്പോഴാണ് പറയാം? 2 quantities are said to be in phase if they pass through 0 values at the same time. 0 പോയിന്റ് പാസ് ചെയ്യുന്നത് ഒരേ സമയത്താണ്. ആൻഡ് റൈസ് ഇൻ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻ ഫേസ്. ഇപ്പോൾ ഒരു ഗ്രാഫ് നമുക്ക് വരച്ചാൽ ഈ ഗ്രാഫ് നോക്കാം. ഫസ്റ്റ് I എന്ന് പറഞ്ഞ ടേം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്തു? റൈസ് ചെയ്തു. ഇതാണ് I1. ഇനി I2 അതേ 0 സ്റ്റാർട്ട് ചെയ്യുന്ന അതേ പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്, അതേ ടൈമിൽ തന്നെ എൻഡ് ആവുന്നുണ്ട്. എൻ്റെ റൈസും തന്നെയാണ് അതേ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്തത്? റൈസ് ചെയ്തത്. അപ്പോൾ I1 ഉം I2 എന്തെന്ന് പറയാം? ഒരേ ഫേസിലാണെന്ന് പറയാം. അതായത് 0 അറ്റൈൻ ചെയ്തത് ഒരേ സമയത്താണ്, റൈസ് ചെയ്യുന്നതും ഒരേ സമയത്തുമാണെങ്കിൽ ആ രണ്ട് ക്വാണ്ടിറ്റീസ് നമുക്ക് എന്തെന്ന് പറയാം? ഇൻ ഫേസ്. ഓക്കെ, ഇനി അടുത്ത ഫേസ് ഓപ്പോസിഷൻ. ഫേസ് ഓപ്പോസിഷൻ എന്താ? 2 quantities are said to be in phase opposition if they pass through 0 values at same time. 0 സെയിം ടൈമിൽ പാസ് ചെയ്യും, ബട്ട് റൈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫേസ് ഓപ്പോസിഷൻ. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നോക്കാം, ഒരു വാല്യൂ I1 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, 0 ഒരേ പോയിന്റിലാണ് കവർ ചെയ്തത്, ഈ ഡയറക്ഷനിലേക്കാണ് റൈസ് ചെയ്തത് I1. പക്ഷെ I2 0 ഒരേ സമയത്തിന് തുടങ്ങി, ഒരേ സമയത്തിന് 0 എത്തുന്നുണ്ട്, പക്ഷേ അത് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് റൈസ് ചെയ്യുന്നത്. ഇതാണ് I2 എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫേസ് ഓപ്പോസിഷൻ. ഓക്കെ, 0 പാസ് ചെയ്യുന്നത് സെയിം ടൈമിലാണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ, രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുക? ഫേസ് ഓപ്പോസിഷൻ എന്ന് പറയും. അതായത് I1 ഉം I2 ഉം തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റി തമ്മിൽ എത്ര ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും? 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫേസ് ഓപ്പോസിഷൻ. 2 quantities are said to be in phase opposition if they pass through 0 values at the same time and rise in opposite direction. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇൻ ഫേസ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതായിരിക്കും? ഫേസ് ഓപ്പോസിഷൻ ആയിരിക്കും. അപ്പോൾ 180 ഡിഗ്രിയാണ് എന്ത് വരിക? ഫേസ് ഓപ്പോസിഷനിൽ ഫേസ് ഡിഫറൻസ് വരിക. ഇനി അടുത്ത ടൈം എന്നാൽ ക്വാഡ്രേച്ചർ. ക്വാഡ്രേച്ചർ വെച്ചാൽ എന്താ? 2 quantities are said to be in quadrature if the phase difference is 90 degree. രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. I1 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു, I1 കഴിഞ്ഞ് 90 ഡിഗ്രി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 90 ഡിഗ്രി അല്ല. അപ്പോൾ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണെങ്കിൽ ആ രണ്ട് ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരാണെന്ത്? ദേ ആർ ഇൻ ക്വാഡ്രേച്ചർ. ഓക്കെ, 2 quantities are said to be in quadrature if the phase difference is 90 degree. ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? ഫേസ് ഓപ്പോസിഷൻ ആയിരിക്കും.
ഫേസ് ഡിഫറൻസ് 0 ആണെങ്കിൽ ഒരേ ഫേസിലായിരിക്കും. ഫേസ് ഡിഫറൻസ് 90 ആണെങ്കിൽ എന്തായിരിക്കും? ക്വാഡ്രേച്ചർ ആയിരിക്കും. ഇതാണ് ഡിഫറെൻറ്റ് ടേംസ് വരുന്നത്, എ സി ക്വാണ്ടിറ്റിയിൽ വരുന്ന ഡിഫറെൻറ്റ് ടേംസ്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഈ എ സി ക്വാണ്ടിറ്റിയിൽ ഒരു സിംഗിൾ ഫേസ് സർക്യൂട്ട്സ് ആണ് അടുത്ത ടോപ്പിക്ക്. അതായത് സിംഗിൾ ഫേസ് സർക്യൂട്ടിന് ഒരു റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ അതിലേക്കൊക്കെ എ സി വോൾട്ടേജ് കൊടുത്താൽ അവിടെ എന്ത് സംഭവിക്കും? അതേപോലെ ആറും എല്ലും റെസിസ്റ്റൻസും ഇൻഡക്ടൻസും സീരീസ് ആക്കി വെച്ചിട്ട് അതിലേക്ക് എ സി കൊടുത്താൽ എന്ത് സംഭവിക്കും? ആറും സിയും റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും സീരീസ് ആക്കി വെച്ച് അതിലേക്ക് എ സി കൊടുത്താൽ എന്ത് സംഭവിക്കും? ആർ എൽ സി റെസിസ്റ്റൻസും ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും സീരീസ് ആക്കി വെച്ചിട്ട് അതിലേക്ക് എ സി വോൾട്ടേജ് കൊടുത്താൽ എന്ത് സംഭവിക്കും? അതാണ് സിംഗിൾ ഫേസ് സർക്യൂട്ട്സിൽ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സർക്യൂട്ട് എന്താണ്? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. അതായത് നമ്മളെ സർക്യൂട്ടിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, പ്യുവർ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആ ഒരു സർക്യൂട്ടിലേക്ക് എ സി കൊടുത്താൽ എന്താണ് വോൾട്ടേജ്, കറണ്ട്, അതൊക്കെയാണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് സർക്യൂട്ട്സ്. ഓക്കെ, ഫസ്റ്റ് വൺ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഇൻഡക്ടൻസ് എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും, ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുന്നത് ഓർഡിനറി ഫിലമെന്റ് ലാമ്പ്, നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് ലാമ്പ്, വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ എന്താണ്? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടാണ്, അതിനകത്ത് ഇൻഡക്ടൻസ് ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ ഒരു സർക്യൂട്ട് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ഒരു എ സി വോൾട്ടേജ് കൊടുക്കുകയാണ്, വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഉള്ള ഒരു വോൾട്ടേജ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവും? ഒരു കറണ്ട്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഐ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഐയുടെ ഇക്വേഷൻ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇപ്പോൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഐ എം സൈൻ ഒമേഗ ടി ആയിരിക്കും. എന്ന് വെച്ചാൽ വോൾട്ടേജ് വിയും കറണ്ടും ഐയും എന്തായിരിക്കും? ഒരേ ഫേസിലായിരിക്കും, സെയിം ഫേസ് അല്ലെങ്കിൽ ഇൻ ഫേസ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കേസിൽ വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും? ഒരേ ഫേസിലായിരിക്കും. ഒരേ ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോൾട്ടേജ് ഈ ഒരു ഡയറക്ഷനിലേക്കാണെങ്കിൽ അതേ ഡയറക്ഷനിലേക്കായിരിക്കും ആര് പോകുന്നത്? കറണ്ടും കൂടി പോകുന്നത്. അപ്പോൾ വിയും ഐയും ഒരേ ഫേസിലായിരിക്കും. അത് മാത്രമല്ല ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? ഫൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? 0 ആയിരിക്കും. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് വിയുടെ ഇക്വേഷൻ വി എം സൈൻ ഒമേഗ ടി, ഐയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഐ എം സൈൻ ഒമേഗ ടി. വേറെ ഐ എം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വി എം ബൈ ആർ. ഐ എം ഇസ് ഈക്വൽ ടു വി എം ബൈ ആർ. ഇനി പവറിന്റെ ഇക്വേഷൻ വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. കാരണം എന്താ? പവർ ഫാക്ടർ എന്ന് വെച്ചാൽ എത്രയാണ്? കോസ് ഫൈ ആണ്. പവർ ഫാക്ടർ കോസ് ഫൈ. ഫൈയുടെ വാല്യൂ എത്ര? 0. കോസ് 0 എത്ര? കോസ് 0 ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ പ്യുവർ റെസിസ്റ്റീവിന്റെ കേസിൽ പവർ ഫാക്ടർ ഈക്വൽ ടു യൂണിറ്റി അല്ലെങ്കിൽ 1 ആയിരിക്കും. അത് നമ്മൾ വിളിക്കും യൂണിറ്റി പവർ ഫാക്ടർ അല്ലെങ്കിൽ യു പി എഫ്. ഓക്കെ, അപ്പോൾ യു പി എഫ് കിട്ടണമെങ്കിൽ സർക്യൂട്ട് എന്തായിരിക്കണം? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കണം. കാരണം പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലാണ് വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും. ഒരേ ഫേസിലായതുകൊണ്ട് ഫേസ് ആംഗിൾ 0 ആയിരിക്കും. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഫൈ ആണ്. അപ്പോൾ കോസ് 0 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ പവർ ഫാക്ടറിന്റെ വാല്യൂ എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ വെക്ടർ ഡയഗ്രാം. കറണ്ടും വോൾട്ടേജും എന്തായിരിക്കും? സെയിം ഡയറക്ഷനിലാണ് എന്തുണ്ടാവുക? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് സർക്യൂട്ട് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ഇൻഡക്ടൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആയിരിക്കും, റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, കുറവായിരിക്കും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചോക്ക് കോയിൽ. ഓക്കെ, ഇപ്പോൾ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എന്താ വരുന്നത് നോക്കാം. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇതാണ് നമ്മുടെ ഇൻഡക്ടൻസ് എൽ. കൊടുത്തേക്കുന്ന സപ്ലൈ വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അവിടെ ഉണ്ടാകുന്ന കറണ്ടാണ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സർക്യൂട്ട് നമ്മൾ വോൾട്ടേജ് വി കൊടുത്താൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി അല്ലെങ്കിൽ പൈ ബൈ 2. അതായത് നമ്മുടെ വോൾട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞ് 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആര് ഫ്ലോ ചെയ്യുക? കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് വെക്ടർ വരച്ചാൽ വോൾട്ടേജ് ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ 90 ഡിഗ്രി ലാഗ് ആയിട്ടായിരിക്കും ആരുണ്ടാവുക? കറണ്ട് ഉണ്ടാവുക. പ്യുവർ ഇൻഡക്റ്റീവിന്റെ കേസിലാണ് 90 ഡിഗ്രി ലാഗ് വരുന്നത്. കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ പൈ ബൈ 2 ഓർ 90 ഡിഗ്രി. അപ്പോൾ കറണ്ടിന്റെ ഇക്വേഷൻ എത്ര വരും? ഫേസ് ഡിഫറൻസ് എത്രയാണ്? 90 ഡിഗ്രി ആണ്. പൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി. മൈനസ് വരാനുള്ള കാരണം എന്താ? 90 ഡിഗ്രി ലാഗ് ആണ് ആര് പോകുന്നത്? കറണ്ട് പോകുന്നത്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി. ഇതാണ് വെക്ടർ ഡയഗ്രാം. വോൾട്ടേജ് പോയി കഴിഞ്ഞ് 90 ഡിഗ്രി കഴിഞ്ഞിട്ട് ആര് പോവുള്ളൂ? കറണ്ട് പോവുള്ളൂ. അതിനാണ് എന്ത് വിളിക്കുന്നത്? ലാഗിങ് എന്ന് വിളിക്കും. ദ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ പൈ ബൈ 2 ഓർ 90 ഡിഗ്രി. പൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി.
അത് ഐ എം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഐ എം ഇസ് ഈക്വൽ ടു വി എം ബൈ എക്സ് എൽ. ഇനി എക്സൽ എന്ന പുതിയൊരു ടേം വന്നു. എക്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. വേർ എക്സൽ ഇസ് ഈക്വൽ ടു ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. നമുക്ക് തന്നേക്കുന്നത് എന്താണ്? എല്ലാണ് തന്നേക്കുന്നത്. ഇൻഡക്ടൻസിന്റെ വാല്യൂ ഹെൻറിയിലാണ് തന്നേക്കുന്നതെങ്കിൽ നമുക്ക് എന്താക്കണം? എക്സൽ ആണ് കണ്ടുപിടിക്കുന്നത്. എക്സൽ ഈക്വൽ ടു എന്തായിരിക്കും? ഒമേഗ ഇൻറ്റു എൽ. എക്സൽ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എൽ. ഒമേഗ ഈക്വൽ ടു എന്താണ്? 2πf ആണ്. അപ്പം എന്ത് കിട്ടും? ഇക്വേഷൻ 2πfl. ഓക്കെ. അപ്പോൾ എക്സലിന്റെ യൂണിറ്റ് ഓം ആണ്, എല്ലിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. അപ്പോൾ ഐ എം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വി എം ബൈ എക്സ് എൽ, വേർ എക്സ് എൽ ഇസ് ഈക്വൽ ടു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈക്വൽ ടു ഒമേഗ എൽ ഓർ 2πfl. ഇതാണ് എക്സലിന്റെ വാല്യൂ. ഇനി നെക്സ്റ്റ്, പവർ അബ്സോർബ്ഡ് ബൈ എ പ്യൂർ ഇൻഡക്ടർ. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് മാത്രം ഉണ്ടെങ്കിൽ അതിൽ ഇൻഡക്ടർ അബ്സോർബ് ചെയ്യുന്ന പവർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ITI ഡിപ്ലോമ ലെവലിൽ. ദ പവർ അബ്സോർബ്ഡ് ബൈ എ പ്യൂർ ഇൻഡക്ടർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ ഇവിടെ ആംഗിൾ എത്രയാണ് വരുന്നത്? വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയായിരുന്നു? ഫൈ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അപ്പോൾ പവർ ഫാക്ടർ എത്രയായിരിക്കും? പവർ ഫാക്ടർ എന്ന് എത്രയാണ്? കോസ് ഫൈ ആണ്. കോസ് ഫൈ ഇസ് ഈക്വൽ ടു കോസ് 90. കോസ് 90യുടെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്, അല്ലെങ്കിൽ ZPF, 0 പവർ ഫാക്ടർ. ഇപ്പോൾ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതിനെ ZPF സർക്യൂട്ട് എന്ന് പറയാം, 0 പവർ ഫാക്ടർ സർക്യൂട്ട്. ഓക്കെ. ഇതാണ് ഇൻഡക്ടൻസിന്റെ പ്രത്യേകത. ഒരു ഇൻഡക്ടൻസിലൂടെ കറണ്ട് നമ്മൾ വോൾട്ടേജ് കൊടുത്താൽ അതിലൂടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് എന്ന് പറഞ്ഞത് വോൾട്ടേജിനേക്കാളും 90 ഡിഗ്രി എന്തായിരിക്കും? ലാഗിങ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഇനി ഇൻഡക്ടൻസിലൂടെ കപ്പാസിറ്റൻസിലൂടെ പ്യൂർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ഒരു ടേം കൂടി ഉണ്ട്, സ്കിൻ എഫക്ട്. ഇപ്പോൾ പറയാം കപ്പാസിറ്റി പറഞ്ഞതിന് ശേഷം. നെക്സ്റ്റ് സർക്യൂട്ടാണ് പ്യൂർ കപ്പാസിറ്റീവ് സർക്യൂട്ട്. അത് സർക്യൂട്ടിൽ ആകെ എന്ത് മാത്രമേ ഉള്ളൂ? കപ്പാസിറ്റൻസ് മാത്രമേ ഉള്ളൂ. ഇൻഡക്ടൻസും റെസിസ്റ്റൻസും നെഗ്ലിജിബിൾ ആണ്, കപ്പാസിറ്റൻസ് മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു വോൾട്ടേജ് കൊടുക്കുകയാണ്, V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഓക്കെ. നേരത്തെ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ആയിരുന്നു. ഇൻഡക്ടൻസിന്റെ കേസിൽ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആയിരുന്നു. പക്ഷേ കപ്പാസിറ്റൻസ് കേസിൽ എന്ത് വരും? കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അതായത് വോൾട്ടേജ് പോയി 90 ഡിഗ്രി 0 പക്ഷേ കറണ്ട് വോൾട്ടേജിനേക്കാൾ എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. മുമ്പേ 90 ഡിഗ്രി എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. ഓക്കെ. അതാണ് എന്ത്? പ്യൂർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ വരുന്നത്. കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. എന്ത് കിട്ടും? V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി ആണെങ്കിൽ I ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി, അല്ലെങ്കിൽ പ്ലസ് π/2. ഇവിടെ പ്ലസ് ആണ് വരിക, കാരണം കറണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? വോൾട്ടേജിനേക്കാളും ലീഡ് ചെയ്യുന്നത്. പൈ ഇസ് ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി, അല്ലെങ്കിൽ പ്ലസ് π/2. ഓക്കെ. IM മാക്സിമം കറണ്ടിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? IM ഇസ് ഈക്വൽ ടു VM ബൈ XC. നമ്മൾ നേരത്തെ XL പറഞ്ഞ പോലെ ഇവിടെ എന്ത് വരും? XC വരും. അതിൽ XC ആണെന്ത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. നമുക്ക് തന്നേക്കുന്നത് ചിലപ്പോൾ C ആയിരിക്കും. സിയുടെ വാല്യൂ എന്താണ്? ഫാരഡേയിലാണ് തരിക. ഫാരഡ് ആണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്. ഫാരഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താക്കണം? ഓമിലേക്ക് ആക്കണം. അതാണ് XC കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇക്വേഷൻ എന്ന് പറയുന്നതാണ് 1/ωc. XC ഈസ് ഈക്വൽ ടു 1/ωc. ഒമേഗയ്ക്ക് 2πf ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ കിട്ടും XC ഈസ് ഈക്വൽ ടു 1/2πfc ഓം. ഓക്കെ. 1/2πfc ഓം. ഇനി നേരത്തെ ഇൻഡക്ടൻസിൽ പറഞ്ഞ പോലെ പവർ അബ്സോർബ്ഡ് പ്യൂർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും പവർ അബ്സോർബ്ഡ് ഈക്വൽ ടു എത്രയായിരിക്കും? 0 തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ റെസിസ്റ്റൻസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പവർ ഉണ്ടാവുള്ളൂ. ഇൻഡക്ടൻസിലും കപ്പാസിറ്റൻസിലും പവർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് പവർ ഫാക്ടർ. എന്താ? കോസ് ഫൈ ആണ്. ഫൈ എത്രയാണ്? 90 ഡിഗ്രി ആണ്. വീണ്ടും കോസ് 90യുടെ വാല്യൂ എന്താണ്? 0. അപ്പോൾ പ്യൂർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും പവർ ഫാക്ടറിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പവർ ഫാക്ടർ ഈക്വൽ ടു 0, അല്ലെങ്കിൽ നമുക്ക് എന്താ വിളിക്കാം? ZPF. അപ്പോൾ ഇൻഡക്ടൻസും കപ്പാസിറ്റൻസിലും പവർ 0 ആയിരിക്കും, പവർ ഫാക്ടറും 0 ആയിരിക്കും. റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ മാത്രമേ പവർ ഉണ്ടാവുള്ളൂ. പവർ ഫാക്ടറിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് സർക്യൂട്ട്, പ്യൂർ റെസിസ്റ്റീവ് സർക്യൂട്ട് നമുക്ക് എന്തെന്ന് വിളിക്കാം? UPF സർക്യൂട്ട് എന്ന് വിളിക്കാം, യൂണിറ്റി പവർ ഫാക്ടർ. ഓക്കെ. ഇനി നെക്സ്റ്റ് ടേം സ്കിൻ എഫക്ട്. എന്താണ് സ്കിൻ എഫക്ട്? AC മാത്രമുള്ള പ്രത്യേകതയാണ് സ്കിൻ എഫക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്കിൻ എഫക്ട് എന്ന് പറഞ്ഞാൽ, നോർമലി DC കേസ് ആദ്യം എടുക്കാം. DC-യിലാണെങ്കിൽ നമ്മുടെ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കണ്ടക്ടർ.
ഒരു ക്രോസ് സെക്ഷനിൽ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ എല്ലാ കണ്ടക്ടറിന്റെ എല്ലാ ഭാഗത്തും എന്തായിരിക്കും കറണ്ട് ഈക്വൽ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക, യൂണിഫോം ആയിട്ട് എന്തിട്ടുണ്ടാവും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഡി സിയുടെ കേസിൽ ഒരു കണ്ടക്ടറിൽ നമ്മൾ ഡി സി സപ്ലൈ കൊടുത്താൽ എന്ത് സംഭവിക്കും, ഡി സി കൊടുത്താൽ കറണ്ട് എല്ലാ സെക്ഷനിലും ഈക്വൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. അതായത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറണ്ട് ഓവർ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ഈസ് യൂണിഫോം. എല്ലാ സമയത്തും യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക ഡി സിയിൽ. പക്ഷെ എ സിയിൽ അങ്ങനെ യൂണിഫോം ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്താണ്, എ സി ഡസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ദ കറണ്ട് യൂണിഫോംലി ബട്ട് ടെൻസ് ടു കോൺസെൻട്രേറ്റ് നിയർ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. അതായത് നമ്മുടെ കറണ്ട് ഉണ്ടാവുക എവിടെയായിരിക്കും, നമ്മുടെ കണ്ടക്ടറിന്റെ സർഫസിലാണ് എന്തുണ്ടാവുക, കറണ്ട് ഉണ്ടാവുക. എ സിന്റെ കേസിൽ കറണ്ടിന്റെ കണ്ടക്ടറിന്റെ സർഫസിലാണ് കറണ്ട് ഉണ്ടാവുക, അല്ലാതെ എല്ലാ സ്ഥലത്തും യൂണിഫോം ആയിട്ട് എന്തുണ്ടാവില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഉണ്ടാവില്ല. ഈ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്കിൻ എഫക്ട്. അത് ഡി സി എ സി സപ്ലൈക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, സ്കിൻ എഫക്ട് ഉണ്ടാവുള്ളൂ, ഡി സിയിൽ സ്കിൻ എഫക്ട് ഉണ്ടാവില്ല. അപ്പൊ എ സി കറണ്ട് ഡസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ദ കറണ്ട് യൂണിഫോംലി ബട്ട് ടെൻസ് ടു കോൺസെൻട്രേറ്റ് നിയർ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ സർഫസിലായിരിക്കും കറണ്ട് എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യാം. അതായത് ഇൻ എ സി നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ കോർ. അതായത് അപ്പൊ കണ്ടക്ടറിന്റെ സെൻട്രൽ ഭാഗം കോറിലൂടെ എന്ത് ചെയ്യില്ല, കറണ്ട് ഫ്ലോ നടക്കില്ല. നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ കോർ ആൻഡ് ദ എൻറ്റയർ കറണ്ട് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സർഫസ്. സർഫസിലായിരിക്കും എന്തുണ്ടാവുക, ഫുൾ കറണ്ട് ഉണ്ടാവുക. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് സ്കിൻ എഫക്ട്. ഓക്കെ, ഇപ്പൊ സ്കിൻ എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എ സി സപ്ലൈ ആണെങ്കിൽ എ സി കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺലി ഓൺ ദ സർഫസ്. സർഫസ് സ്കിന്നിലാണ് എന്തുണ്ടാവുക, എ സി കറണ്ട് ഉണ്ടാവുക, അല്ലാതെ സെൻട്രൽ അല്ലെങ്കിൽ കോറിൽ എന്തുണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. ഈ ഒരു ഫിനോമിനനാണ് എന്തെന്ന് വിളിക്കുന്നത്, സ്കിൻ എഫക്ട്. ഓക്കെ, അപ്പൊ സ്കിൻ എഫക്റ്റിന്റെ പ്രത്യേകത എന്താ, എഫക്ട് എന്തായിരിക്കും, സ്കിൻ എഫക്ട് റെഡ്യൂസസ് ദ എഫക്റ്റീവ് ഏരിയ ഓഫ് ദ കണ്ടക്ടർ. സ്കിൻ എഫക്ട് ഉണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, മൊത്തം കണ്ടക്ടറിന്റെ ഏരിയ എന്ത് ചെയ്യും, അത് റെഡ്യൂസ് ചെയ്യും, എഫക്റ്റീവ് ഏരിയ റെഡ്യൂസ് ചെയ്യും. കാരണം സ്കിന്നിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കറണ്ട് ഫ്ലോ നടക്കുന്നുള്ളൂ. അപ്പോൾ എഫക്റ്റീവ് ഏരിയ എന്ത് ചെയ്യും, കുറയും. ഏരിയ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ സ്കിൻ എഫക്റ്റിന്റെ എഫക്റ്റ് ആണ് എന്ത്, സ്കിൻ എഫക്ട് റെഡ്യൂസസ് ദ എഫക്റ്റീവ് ഏരിയ ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ എഫക്റ്റീവ് ഏരിയ കുറക്കും. അത് കാരണം ഏരിയ കുറയുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് എന്തായാലും കൂടുതലായിരിക്കും. കാരണം എന്താ, നമുക്കറിയാം R പ്രൊപ്പോർഷണൽ ടു 1/A ആണ് അല്ലെ. അപ്പൊ ഏരിയ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. The skin effect reduces the effective area of conductor and hence increases the AC resistance. Okay, next, skin effect is smaller with stranded conductors. Stranded conductor എന്ന് വെച്ചാൽ നമ്മൾ കണ്ടക്ടർ ഉണ്ട്, ഓരോ ഇതിൽ തന്നെ ഒരുപാട് കണ്ടക്ടേഴ്സ്, സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഇതിലുള്ളത്. ഓക്കെ, ഒരുപാട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ്. അപ്പോൾ സ്കിൻ എഫക്റ്റ് സ്മോളർ വിത്ത് സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സ്. ഒരു സോളിഡ് കണ്ടക്ടർ, ഒറ്റ കണ്ടക്ടർ സോളിഡ് കണ്ടക്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സിൽ സ്കിൻ എഫക്റ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സിൽ സ്കിൻ എഫക്റ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. സ്കിൻ എഫക്റ്റ് സ്മോളർ വിത്ത് സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സ് ദാൻ വിത്ത് സോളിഡ് കണ്ടക്ടേഴ്സ്. അപ്പോൾ എക്സാമിന് ചോദിക്കാണ് ഹൗ ടു റെഡ്യൂസ് ദ സ്കിൻ എഫക്റ്റ് എന്ന് വെച്ചാൽ എന്ത് ചെയ്തു, കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുക, സ്ട്രാൻഡ് ചെയ്ത് വെക്കുക. സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ സ്കിൻ എഫക്റ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇതിനടുത്ത സ്കിൻ എഫക്റ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സ്കിൻ എഫക്റ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ക്രോസ് സെക്ഷൻ. നമ്മുടെ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടിയാൽ സ്കിൻ എഫക്റ്റ് എന്ത് ചെയ്യും, കൂടും. പെർമിയബിലിറ്റി കൂടിയാൽ സ്കിൻ എഫക്റ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സപ്ലൈ ഫ്രീക്വൻസി കൂടിയാലും എന്ത് ചെയ്യും, സ്കിൻ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇതാണ് സ്കിൻ എഫക്റ്റിന്റെ പ്രത്യേകത. നമ്മുടെ കണ്ടക്ടറിന്റെ സർഫസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, എ സി കറണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. സെൻട്രൽ അല്ലെങ്കിൽ കോറിലൂടെ എന്ത് ചെയ്യില്ല, കറണ്ട് ഫ്ലോ നടക്കില്ല. അത് കാരണം എഫക്റ്റീവ് ഏരിയ കുറയും, റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. ഇപ്പൊ സ്കിൻ എഫക്ട് കുറക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, സോളിഡ് കണ്ടക്ടറിന് പകരം എന്ത് കണ്ടക്ടർ കൊടുക്കുക, സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സ് കൊടുത്താൽ സ്കിൻ എഫക്ട് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റത്തിലെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഇതിൽ കുറേ ടേംസ് എ സിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് ടേംസ് നമ്മൾ നോക്കി. അത് കൂടാണ്ട് ഒരു പ്യൂർ റെസിസ്റ്റീവ് R സർക്യൂട്ടിലേക്ക്, അതുപോലെ പ്യൂർ ഇൻഡക്റ്റീവ് L സർക്യൂട്ടിലേക്ക്, പ്യൂർ കപ്പാസിറ്റൻസ് C സർക്യൂട്ടിലേക്ക് എ സി സപ്ലൈ കൊടുത്താൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക, എന്താണ് അതിൻ്റെ പവർ ഫാക്ടർ, കറണ്ടിൻ്റെ ഇക്വേഷൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് വെച്ചാൽ എന്താണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വെച്ചാൽ എന്താണ്, അത്തരം കാര്യങ്ങളാണ് നോക്കിയത്. പിന്നെ സ്കിൻ എഫക്റ്റ്, എന്താണ് സ്കിൻ എഫക്റ്റ്, എന്താണ് സ്കിൻ എഫക്റ്റിൻ്റെ
എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ സ്കിൻ എഫക്റ്റ് കുറക്കാം, സ്കിൻ എഫക്റ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നോക്കിയത്. ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസും ഇൻഡക്ടൻസും സീരീസ് ആയിട്ട് വെച്ചാൽ RL സർക്യൂട്ടിൽ എന്ത് സംഭവിക്കുന്നു, RC സർക്യൂട്ട്, RLC സർക്യൂട്ട്, അതുപോലെ RLC സർക്യൂട്ടിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, റെസൊണൻസ് എന്ന് വെച്ചാൽ എന്താണ്, ക്യൂ ഫാക്ടർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ് മുതൽ നോക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.